and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് സീരീസിന്റെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രോപ്പർ ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്കൊരു ട്രഡീഷണൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ നോർമൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴും നമുക്ക് ഈ ഒരു ലുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് റെഫറൻസ് എടുത്തേക്കുന്ന പിക്ക് ഇതാണ്. ഇത് 4 ഫോട്ടോ ഉണ്ട് കേട്ടോ. എന്താ ഈ ഒരു പിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ നയൻതാര ശരിക്കും ഒരു ഗ്രീൻ സ്ലീവ്ലെസ് ബ്ലൗസും ഡ്രസ്സ് എനിക്ക് സാരിയാണെന്ന് മനസ്സിലാവുന്നത്, പക്ഷെ സാരിയുടെ കളർ ഏതാണെന്ന് അത്ര ക്ലിയർ അല്ല. എൻ്റെ കയ്യിൽ ഗ്രീൻ സ്ലീവ്ലെസ് ബ്ലൗസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കുർത്തിയാണ് ഇട്ടേക്കുന്നത്. സെയിം നയൻതാര ബ്ലൗസിന്റെ സെയിം മാച്ചിങ് കളറാണ് എൻ്റെ ഈ ഒരു കുർത്തിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് കുർത്തിയുടെ കൂടെ പെയർ ചെയ്യാം, അതല്ല നിങ്ങൾ സാരിയുടെ കൂടെയാണ് പെയർ ഇപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാണ്, ഞാൻ കോസ്റ്റ്യൂം അത്ര നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഹെയർ ആൻഡ് മേക്കപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ. ആൻഡ് ഞാൻ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഞാൻ നയൻതാരയെ പോലെ അല്ല. എല്ലാ വീഡിയോയിലും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്തിട്ട് നയൻതാരയെ പോലെ ഇല്ലല്ലോ, അല്ലെങ്കിൽ നയൻതാരയെ പോലെയാണോ, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് വരണ്ട എന്ന് വെച്ചിട്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇനി വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫേസ് നന്നായിട്ട് ഒന്ന് പ്രെപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് സ്കിന്നിൽ പെനിട്രേറ്റ് ആവും. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഡാബിങ് മോഷനിൽ നന്നായിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ ഫുള്ളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. നമ്മളൊരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുറച്ചൊരു ഹെവി സൈഡിലാണ്. ഹെവി ഇൻ ദ സെൻസ് നമ്മൾ എല്ലാ പ്രോഡക്റ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചൊരു ലോങ് ലാസ്റ്റിങ്ങും ആക്കണം നമ്മുടെ മേക്കപ്പ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ മേബ്ലിൻ ഫിറ്റ് മീയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബാറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് ജസ്റ്റ് ഫുള്ളും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അണ്ടർ ഐസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തേക്കുന്നത്. ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിൻ ടോൺ മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എടുക്കാൻ ട്രൈ ചെയ്യുക. ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. സെറ്റ് ചെയ്യാനായിട്ട് കളർ ബാറിൻ്റെ ലൂസ് പൗഡറാണ് എടുക്കുന്നത്, സെറ്റിംഗ് പൗഡർ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ലൂസ് പൗഡേഴ്സ് ആണ് കേട്ടോ. ഇത് നല്ലൊരു ഫിനിഷ് ലുക്കാണ് തരുന്നത്. അത് ഫുൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് NYBയുടെ ഇതൊരു ഫൗണ്ടേഷൻ കം കൺസീലർ സ്റ്റിക്കാണ് കേട്ടോ, കോൺടോർ സ്റ്റിക്കാണ്. അത് വെച്ചിട്ട് നോസ് നന്നായിട്ടൊന്ന് കോൺടോർ ചെയ്യുന്നുണ്ട്. കാരണം നയൻതാരയുടെ നോസ് നല്ല ചിസേൾഡ്, നല്ല കോൺടോർഡ് ആയിട്ടുള്ള നോസാണ്. ആൻഡ് ചീക്സും നന്നായിട്ടൊന്ന് കോൺടോർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ ആണ്, പക്ഷെ ഞാനൊരു ഷെയ്ഡ് ഡാർക്കർ എടുത്തത് കാരണം എനിക്കിതൊരു കോൺടോർ സ്റ്റിക്കായിട്ട് നന്നായിട്ട് പോകും. നല്ല പെർഫെക്റ്റ് ആണ് ഈ ഒരു സ്റ്റിക്ക്. നെക്സ്റ്റ് ഐബ്രോസ് ഞാൻ ഓഫ് ക്യാമറയാണ് ചെയ്തത്. ഗ്ലാം 21ൻ്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്തത്. ഇനി ഇത് നിക്കാക്കയുടെ 23 കളർ ഐ ഷാഡോ പാലറ്റാണ്. അതിൽ ആ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഫുൾ ഐലിഡ്സിൽ ഞാനൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ കളേഴ്സ് ഒന്നും ഐലിഡ്സിൽ കാണാനില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ മേലിൽ ലൈൻ ചെയ്യാണ്, എന്നിട്ട് അതൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ ലൈനിലും നമ്മൾ കാജൽ എഴുതിയിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക. നയൻതാരയുടെ കണ്ണുകൾ നല്ലൊരു ബോൾഡ് സ്മജ്ഡ് ലുക്കാണ്, അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ സ്മജ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല 2-3-4 കോട്ട് മസ്കാര അപ്ലൈ ചെയ്യണം. കാരണം നയൻതാരയുടെ നല്ല മസ്കാര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കണ്ണുകളാണ്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും മസ്കാര അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി. ആൻഡ് ഈ ഒരു മസ്കാര നല്ല വോള്യൂം തരുന്നൊരു മസ്കാരയാണ്. ഇത് ലോറിയലിൻ്റെ ഒരു മസ്കാരയാണ്. ഇനി നമുക്ക് ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ ഇടാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പ്രോ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റാണ്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലഷും ഹൈലൈറ്റും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലും കൂടെ ചെയ്തിട്ട് വരാം. മുടി ഞാനിവിടെ ഫ്രിഞ്ചസ് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തു, ഫിഷ് ടെയിൽ ബ്രെയ്ഡൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക് കളർ ബാറിൻ്റെ നല്ലൊരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണിത്. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നയൻതാര ഒരു ബ്ലാക്ക് പൊട്ടാണ് തൊട്ടേക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് പൊട്ട് തൊട്ടിട്ടുണ്ട്.
ആൻഡ് ലിപ്സിൻ്റെ മുകളിലായിട്ടുള്ള ഒരു നയൻതാരയുടെ ഒരു ബ്ലാക്ക് മൂഡ് അതും ചെയ്തു. ജുംക്ക സിൽവർ കളർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജുംക്കയാണ് ഇട്ടേക്കുന്നത്. അപ്പം ജുംക്ക ഞാൻ ഇട്ടു ആൻഡ് ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് നെക്ക് പീസും ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പം അതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ലുക്ക് ഇവിടെ കംപ്ലീറ്റ്. നമ്മുടെ ഇന്നത്തെ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് സീരീസിന്റെ 3rd ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലുക്കാണിത്. എനിക്ക് ഈ ലുക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലിപ്സ്റ്റിക് ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പിങ്ക് ദുപ്പട്ടയാണ് കേട്ടോ ഇട്ടേക്കുന്നത്, സാരി ഇല്ലാത്തത് കാരണം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ ലുക്ക്. ഒരു ഗ്രീൻ കളർ ഇങ്ങനത്തെ ഒരു ബ്ലൗസും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പിനേഷൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഈ ഒരു പിങ്ക് മജന്റ കളർ സാരിയൊക്കെ ആയപ്പോഴത്തേക്ക് ആയിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് ഈ ലുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നിങ്ങൾ നന്നായിട്ട് തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് and love yourself and do subscribe. Bye bye.